നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2026 ജൂൺ 5 വെള്ളിയാഴ്ച മുതൽ ഞാൻ ഈ പറയുന്ന രാശിക്കാർക്ക് ഏറ്റവും അധികം ഭാഗ്യവും നേട്ടവും വന്നു ചേരുന്ന ഒരു വലിയ രാജയോഗത്തിലേക്ക് എത്തുവാനുള്ള യോഗം കാണുന്നു. ഇവരുടെ സകലമാന സങ്കടങ്ങളും മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ വന്നു ചേരും. ഇവരുടെ കഷ്ടതകളൊക്കെ അവസാനിക്കും. മഹാരാജയോഗത്തിൻ്റെ നാളുകളാണ് ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത്. 3 രാശിക്കാർക്കാണ് അങ്ങനെ ഒരു മഹാഭാഗ്യം വന്നു ചേരുക. വരുന്ന 12 വർഷക്കാലം ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ സകലമാന ഉയർച്ചയും വന്നു ചേരുന്ന സമയമാണ്. വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും. സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നുള്ള മോചനം, ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണ് എങ്കിൽ ആ ബിസിനസ്സിൽ വലിയൊരു വളർച്ച വന്നു ചേരുന്ന സമയം, അതുപോലെ പുതിയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം, തൊഴിൽ മേഖലയിലെ മികച്ച അവസരങ്ങൾ ഈ രാശിക്കാർക്ക് വന്നു ചേരും. ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം. ഭാഗ്യശാലികളായ ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടാകും. അവരെ ചേർത്ത് പിടിക്കുക. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. ഇവരുടെ ജീവിതത്തിൽ പലവിധ മാറ്റങ്ങൾ വന്നു ചേരും. കുടുംബാംഗങ്ങളുടെ പിന്തുണ, അതുപോലെ മാനസിക സമാധാനം, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലെ പുരോഗതി, അതല്ലെങ്കിൽ ഒരു പുതിയ വീടോ വാഹനമോ ഒക്കെ വാങ്ങുവാനുള്ള യോഗം എന്നിവ ഈ സമയത്ത് ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും എന്നത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്, നേരാണ്. പ്രധാനമായും ഈ നക്ഷത്ര ജാതകരുടെ കുട്ടികളുടെ കാര്യത്തിൽ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഇത്രയും നാൾ നേരിട്ടിരുന്ന സകലമാന തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും നീങ്ങുകയും അവർ വിദ്യാഭ്യാസത്തിൽ നല്ല പുരോഗതി കൈവരിക്കുകയും ചെയ്യും. ചുരുക്കിപ്പറഞ്ഞാൽ ഇവരുടെ നല്ല നാളുകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് പറയാം. രാജയോഗ സമയത്താണ് നമുക്ക് പുതിയ അവസരങ്ങൾ നമ്മുടെ മേൽ തെളിയുന്നത്, പുതിയ നേട്ടങ്ങൾ നമുക്കുണ്ടാകുക, വീട്, വാഹനം, സ്വത്ത് ഒക്കെ സമ്പാദിക്കാൻ കഴിയുക. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് രാജയോഗ സമയമാണ്. ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായ ചില ദൈവങ്ങളുണ്ട്. തീർച്ചയായും അങ്ങനെ തന്നെ ചെയ്യണം. കുലദൈവ പ്രീതി നേടുക. കുലദൈവം ഏതാണ് എന്നറിയില്ല എങ്കിൽ ഭദ്രകാളിയെ പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വന്നു ചേരും, ഉറപ്പായ കാര്യമാണ്. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ധാര, പിൻവിളക്ക്, കൂവളമാല ഇവ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തണം ഈ 3 രാശിക്കാരും. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുമുണ്ട്. അമിതമായ ആവേശത്തിൽ കാര്യങ്ങൾ ചെയ്യാതെ കാര്യങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മാത്രമേ ഈ അവസരങ്ങളെ ഫലപ്രദമായി ഉപയോഗിക്കാനും നേട്ടങ്ങൾ വർദ്ധിപ്പിക്കാനും സാധിക്കുകയുള്ളൂ. അതൊക്കെ ശ്രദ്ധിച്ചു പോയില്ല എങ്കിൽ പലവിധ തടസ്സങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. ആ രാശിക്കാരെ ഞാൻ പറയാം. മീനക്കൂറിലെ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി. ധനുക്കൂറിലെ മൂലം, പൂരാടം, ഉത്രാടം. കർക്കിടകക്കൂറിലെ പുണർദം, പൂയം, ആയില്യം. ഈ നക്ഷത്ര ജാതകർക്കാണ് ഏറ്റവും അധികം ഭാഗ്യവും നേട്ടവും സർവീശ്വര്യവും ഒക്കെ വന്നു ചേരുന്നത്. ഇവർക്ക് വസ്തുവകകൾ വാങ്ങാൻ സാധിക്കും, പുതിയ വാഹനങ്ങൾ വാങ്ങാൻ സാധിക്കും. ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകണം. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നാളുകളാണിത്. ജൂൺ 5 വെള്ളിയാഴ്ച മുതൽ അടുത്ത 12 വർഷത്തേക്ക് ഞാൻ ഈ പറഞ്ഞ 3 രാശിക്കാരുടെ ജീവിതത്തിൽ മഹാത്ഭുതങ്ങൾ സംഭവിക്കും. ഇവർ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും. അങ്ങനെ ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ചേരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും നേടിയെടുക്കാൻ കഴിയുന്ന ഈ നക്ഷത്രജാതകരാരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിച്ചോളൂ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. അത്രയധികം ഭാഗ്യസമയത്തിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ അറിവ് നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഈ പറഞ്ഞ നക്ഷത്രജാതകരുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും രാജയോഗത്തിൻ്റെ സമയമാണ്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ്. രക്ഷപ്പെടും, ഉറപ്പാണ്.